തൃശ്ശൂരിൽ 3 സ്ഥാനാർത്ഥികളുമായും ഇന്നിപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഗോപികൃഷ്ണന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായി വന്നത് സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി അദ്ദേഹം പറയുന്നത് തൃശ്ശൂർ പൂര വിവാദം അവിടെ ഒരു പ്രചാരണ വിഷയമാകില്ല എന്നുള്ളതാണ്. വികസനം തന്നെയാണ് തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്നുള്ളതാണ്. വികസനമാണ് തൃശ്ശൂരിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം 24നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി എന്നോടൊപ്പം. ശ്രീ സുരേഷ് ഗോപി, ഇപ്പോൾ ലാസ്റ്റ് ലാപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വിജയപ്രതീക്ഷ, അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ് താങ്കൾ സംബന്ധിച്ച്? ഗംഭീര പൾസാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്, വോട്ടേഴ്സിൽ നിന്ന് ലഭിക്കുന്നത്. അത് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഈ 3 സ്ഥാനാർത്ഥികളുടെയും ടാഗ് ലൈൻസ് നോക്കുകയാണ്. ഇപ്പം നാടിനെ അറിയുന്നയാൾ നാടിനെ നയിക്കട്ടെ എന്ന് VS സുനിൽകുമാറിന്, തൃശ്ശൂരിന്റെ പുത്രൻ K മുരളീധരൻ, ഒരു കേന്ദ്രമന്ത്രി എന്നതാണ് താങ്കളുടെ പേര്. വേറെ ഒരു കാൻഡിഡേറ്റിനെയും കാണുന്നില്ല, അവരുടെ പേര് ഞാൻ ഉച്ചരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ച ടാഗ് ലൈനിനെ കുറിച്ചാണ്. അല്ല, അതാ പറഞ്ഞ അവരുടെ ടാഗ് ലൈൻ എൻ്റെ പ്രധാന വിഷയം. ഈ ടാഗ് ലൈൻസ് ഒക്കെ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായിരുന്നോ? 2019 ടാഗ് ലൈൻസ്? 2014 വാഗ്ദാനങ്ങളുണ്ടായിരുന്നോ? എന്ത് വാഗ്ദാനമാണ് കൊടുത്തത്? എന്ത് വാഗ്ദാനമാണ് നിറവേറ്റിയത്? 5 വർഷത്തേക്ക് ഒരു MP തിരഞ്ഞെടുക്കുന്നത് പോയി പുസ്തകം വലിച്ചു കീറി എറിയാൻ മാത്രമാണോ? ചില മതമുദ്രകൾ എടുത്തു വെച്ച് പാർലമെൻറ്റിൽ വിഷയമുണ്ടാക്കാനാണോ? ജനങ്ങളുടെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണോ? അതോ കേന്ദ്ര ഭരണത്തിൽ നിന്ന് ജൽ മിഷൻ, ഓരോ പ്രദേശത്തായിട്ട് വാർഡ് മെമ്പർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ വാർഡിലെ അവസാനത്തെ വീട്ടിൽ കുടിവെള്ള പ്രശ്നം നിലനിൽക്കാതിരിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പോയിടത്തെല്ലാം കംപ്ലൈൻ്റ് ഉണ്ടല്ലോ. ഞാൻ ഇപ്പോഴല്ല പ്രചരണത്തിന് ഇറങ്ങിയത്, ഞാൻ പ്രചരണം തുടങ്ങിയിട്ട് 2 വർഷമായി. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പ്രചരണം. എൻ്റെ പേര് അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്ക് എന്ന് പറഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഇത്രയും കാലം SG കോഫി ടൈംസിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവനുണ്ട്. അതിനൊക്കെ പരിഹാരം കാണേണ്ടത് ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ ടാഗ് ലൈൻ ആയിരിക്കണം. എല്ലാം സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, പരിശ്രമം നടത്തിയ ജൽ മിഷൻ്റെ പൈപ്പുകൾ ഇറങ്ങി കിടക്കുന്നു. എത്ര കാലമായി? 37,000 കോടിയാണ് റോഡിൻ്റെ മാത്രം കൊടുത്തിട്ടുണ്ട്, കോൺക്രീറ്റിൻ്റെ. എത്ര അപകടം നടന്നു? നിങ്ങളൊക്കെ ചാനലുകൾ കിടന്നിട്ട് പ്രളയ സെസ്സാണത്. ആ റോഡിൻ്റെ പണി തീർത്തോ? തൃശ്ശൂരെ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, കോൺക്രീറ്റ് റോഡെല്ലാം തീർത്തോ? എത്ര ആക്സിഡൻറ്റുകൾ ഉണ്ടായി അവിടെ? ഇതൊക്കെ പ്രാദേശികമായിട്ട് പ്രൈം മിനിസ്റ്റർ അല്ല വന്ന് നോക്കുന്നത്, ചീഫ് മിനിസ്റ്റർ അല്ല വന്ന് നോക്കുന്നത്. MLA-മാരുണ്ട്, വാർഡ് മെമ്പർമാരുണ്ട്, കൗൺസിലേഴ്സുണ്ട്. ഇതൊക്കെ ടാഗ് ലൈനിലുണ്ടോ?